ഹായ്, ഞാൻ ഇതെന്താ കഴിക്കുന്നതെന്ന് അറിയാം. ഓ, ഇത് ചെമ്മീൻ, ചക്കക്കുരു, മുരിങ്ങയ്ക്ക, മാങ്ങ എല്ലാം ഇട്ട കറി, നാടൻ കറി, ഉണക്കച്ചെമ്മീൻ അഞ്ജന ഉണ്ടാക്കിയത്. ഇതൊന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് കഴിക്കുക, ഇത് ഉണ്ടാക്കുക. അതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അഞ്ജന ഉണ്ടാക്കി കാണിച്ചു തരും. ഓക്കെ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഉണക്കച്ചെമ്മീനും ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങയ്ക്ക ഇട്ട നാടൻ കറിയാണ്. ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാൻ പറ്റും. എളുപ്പമാണ് ചെയ്യാൻ. ഈ ഉണക്കച്ചെമ്മീൻ 50 ഗ്രാമാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതിന് ക്ലീൻ ചെയ്യണം. ചക്കക്കുരു ഒരു 15-16 എണ്ണം ഉണ്ട്. അത് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളപ്പാടയൊക്കെ കളഞ്ഞിട്ടുള്ള കഷ്ണങ്ങളാണ്. പിന്നെ മാങ്ങ, അത് അരമുറി, അതായത് ഈ മാങ്ങയുടെ പകുതിയോളം എടുത്തിട്ടുണ്ട്. അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മുരിങ്ങയ്ക്കയുടെ പകുതിയാണ് കേട്ടോ. നല്ല നീളമുള്ള മുരിങ്ങയ്ക്കയായിരുന്നു. 2ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്. 9 പാൽ കാന്താരി, 6 ചെറിയ ഉള്ളി, ഒരു തേങ്ങയുടെ പകുതിയോളം ഉണ്ട് ഏകദേശം. അത് തിരുമ്മി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി കുറച്ചേ ഉള്ളൂ, അതൊരു 1/2 ടീസ്പൂണേ ഉള്ളൂ. മഞ്ഞൾ, പിന്നെ ഇത് ഉലുവാപ്പൊടിയാണ്. വെളിച്ചെണ്ണ വേണം, പിന്നെ വെള്ളം വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ് വേണ്ടത്. കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇടയ്ക്കും ചേർക്കണം, അവസാനവും ചേർക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ താളിച്ച് ചേർക്കേണ്ടവർക്ക് അതപ്പം അങ്ങനെ ചെയ്യാവുന്നതാണ് അവസാനം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഉണക്കച്ചെമ്മീൻ വറക്കുക ചെയ്യുന്നത്. ഞാനൊന്ന് വെറുതെ എണ്ണ ഒഴിക്കാതെ ചട്ടിയിലിട്ടൊന്ന് നല്ല മണം വരുന്ന പോലെ വറക്കും. വറുത്തതിന് ശേഷം മാറ്റി വെച്ച് ഒന്ന് തണുത്താൽ തലയും വാലും ഒക്കെ കളഞ്ഞേച്ച് വെള്ളത്തിൽ നല്ല പോലെ വാഷ് ചെയ്തെടുക്കുക, എടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതെടുക്കാം. ഇത് ചെറിയ ചെമ്മീനാണ്, അത്ര വലിപ്പമില്ല. അതുകൊണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ അല്പം ടൈം എടുക്കും. ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിക്കുകയാണ്. അടുപ്പ് കത്തിച്ച് ഈ ചട്ടി ചൂടായി കഴിയുമ്പോൾ ഈ ചെമ്മീനിട്ട് നമുക്കൊന്ന് വറക്കണം. നല്ല മണമാണ് കേട്ടോ. പക്ഷെ വറക്കുമ്പോൾ ഈ റൂം മൊത്തം ചെമ്മീൻ വറുത്ത മണമായിരിക്കും. ചട്ടി ചൂടാവട്ടെ. ചട്ടി ചൂടായി. ഒട്ടും എണ്ണ ഒഴിക്കാതാണ് ഇങ്ങനെ വറക്കുന്നത്. ഒരു പൊട്ടുന്ന പോലൊരു ഇത് വരും, മണവും വരും, നല്ല മണവും വരും. കുറച്ച് നേരം, ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വറക്കണം. നമ്മൾ കഴുകിയേച്ച് പിന്നെ ഇതുപോലെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കുറച്ചുകൂടെ ടൈം എടുക്കുന്ന, ചില നനഞ്ഞിരിക്കുകയല്ലേ. ഇതിപ്പം ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഫ്രൈ ആക്കി കിട്ടും. എന്നിട്ട് ആ ചെമ്മീൻ കറിയിൽ ചേർക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുന്നത്. പിന്നെ കുതിരുമ്പോഴത്തേക്ക് ഇത് വീർക്കും. അങ്ങനെ ഇടത്തരം തീയിൽ കിടന്നൊരു 3-4 മിനിറ്റ് ഇങ്ങനെ ഫ്രൈ ആയി. നല്ല മണം വന്നു. ഞാനിതിനി പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. തീ ഓഫ് ചെയ്യാണ്. ഇതിപ്പോൾ ചെറിയ ചൂടുണ്ട്. ഇങ്ങനെ തലയും വാലും കളയുക, മാറ്റി വെക്കുക. വേറൊരു പാത്രത്തിലോട്ട് വെക്കുന്നതാണ് സൗകര്യം. ഇല്ല, ചെറുതുണ്ട്. തീരെ ചെറുതിനൊക്കെ തല കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അല്പം വലുതിനൊക്കെ എന്തായാലും കളയണം. അല്ലെങ്കിലുണ്ടല്ലോ ഇതിൻ്റെ കൊമ്പും ഈ വാലും ഒക്കെ നമുക്ക് കഴിക്കുമ്പോൾ അത് കറി കിടക്കുമ്പോൾ അത് കടിക്കും. ഇപ്പം ചമ്മന്തി അരയ്ക്കുകയാണെങ്കിൽ അതങ്ങ് അരഞ്ഞു പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ അത് കളയണം. ഇത് കൈ തന്നെ എടുക്കുമ്പോൾ കുത്തും അതിൻ്റെ കൊമ്പല്ല. ഞങ്ങളുടെ ടെറസിൽ പണി നടക്കുകയാണേ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഇതുവരെ തീർന്നിട്ടില്ല. അതാണ് ഈ അടിയും ബഹളവും. അപ്പം ഞാനിത് ക്ലീനാക്കി എടുക്കട്ടെ. അത് കഴിഞ്ഞ് വെള്ളത്തിൽ ഒരു 3-4 വട്ടം കഴുകിയെടുക്കും. ഇതിപ്പം വറുത്തത് കൊണ്ട് തലയും വാലും ഒക്കെ പെട്ടെന്ന് ഇളകിപ്പോരും. നമ്മളിപ്പം ചെറിയ ചെമ്മീൻ ക്ലീൻ ആക്കുമ്പോഴത്തേക്ക് ടൈം എടുക്കുമല്ലോ. പിന്നെ വേറൊരു രീതി എന്ന് വെച്ചാൽ നമ്മളിത് വറുത്തതിന് ശേഷം ഒരു പരന്ന പ്രതലത്തിൽ ഇട്ടിട്ട് നമുക്ക് നമ്മൾ ചപ്പാത്തി പരത്തുന്ന തടി കൊണ്ടൊന്ന് ഉരുട്ടിയാൽ ഇത് തലയും വാലും ഇളകിപ്പോരും. അപ്പം അങ്ങനെയും ചെയ്യാം. ഇത് ചെറിയ ഉണക്കക്കൊഞ്ചായതുകൊണ്ടാണ് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് ക്ലീൻ ചെയ്യുന്നത്. ചിലപ്പം ഈ വേണ്ട ഭാഗം കൂടെ പൊടിഞ്ഞു പോയെങ്കിലോ, അതുകൊണ്ടാണ്. അങ്ങനെ തലയും വാലും ഒക്കെ കളഞ്ഞ് ഒരു 3-4 പ്രാവശ്യം കഴുകി. ഇതുണ്ട്, എത്രയും ഉണ്ട്. എല്ലാം കളയുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ, 20 ഗ്രാമേ കാണത്തുള്ളൂ. അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് ചക്കക്കുരു അല്പം ടൈം വേണമല്ലോ. അപ്പം ഞാനത് ഈ ചട്ടിയിലേക്ക് ഇടുകയാണ്. വെള്ളം ഒഴിച്ച്
ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ കത്തിച്ചായിരുന്നു കത്തിച്ചിരിക്കുക. അല്പം വെള്ളം ഒഴിച്ചുള്ളൂ. ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ട്, അത് വേവുന്ന ചക്കക്കുരുവാണ്, നമ്മുടെ പറമ്പിലെയാണ്. അപ്പം ഒന്ന് വെന്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊഞ്ചുമൊക്കെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചൂടായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് 1/4 സ്പൂൺ മഞ്ഞളും 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഇതൊന്ന് വേവിക്കാം. തേങ്ങ ഇനി അരച്ചെടുക്കണം. ഇത് തിളച്ച് തുടങ്ങി. ഞാൻ അടപ്പിട്ടൊന്ന് അടക്കിയാണ്. വെന്ത് പോവരുത്. ഇത് ജസ്റ്റ് ഒന്ന് വെന്ത് തുടങ്ങുന്ന സമയത്ത് മുരിങ്ങയ്ക്കയും നമുക്ക് ഉണക്ക കൊഞ്ചും മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും ഈ എടുത്തിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇടുകയാണ്. ഇനി ഇതിലേക്ക് വെച്ചിരിക്കുന്ന 1/4 സ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, എടുത്ത് വച്ചിരിക്കുന്നതിൻ്റെ മല്ലിപ്പൊടി ഇത്രയാണ്, 1/4 സ്പൂൺ. അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരയ്ക്കുകയാണ്. അങ്ങ് പേസ്റ്റ് പോലെയല്ല, അതിന് തൊട്ട് മുമ്പത്തെ പരുവത്തിൽ അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തു. ഇതിൽ കാണുമ്പം മഞ്ഞയായിട്ടാണ് കാണുന്നത്, ശരിക്കും ഇച്ചിരി കൂടെ റെഡ് കളറാട്ടോ. അതിൽ ലൈറ്റിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കും. മുളക് പൊടിയുടെ കളറ് അതിലത്ര കാണുന്നില്ല. അപ്പോൾ ഇനി കറിയിൽ ചേർക്കുമ്പം കാണാം. നമുക്കിതിവിടെ ഇരിക്കട്ടെ. ചക്കക്കുരു ഏകദേശം വെന്ത് തുടങ്ങി, വെന്തിട്ടില്ല. ആ സമയത്ത് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക, മാങ്ങ നല്ല പുളിയുള്ളതാണേ, അതുകൊണ്ടാണ് പകുതി മാങ്ങ എടുത്തത്. പിന്നെ ഈ ഉണക്കക്കൊഞ്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. മാങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പാറിനൊക്കെ ചേർക്കുന്ന വാളംപുളി പിഴിഞ്ഞത് ചേർക്കാം. ചക്കക്കുരു ഇല്ലെങ്കിൽ നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് തന്നെ അരപ്പും എല്ലാം കൂടെ ചേർത്തങ്ങ് അടുപ്പത്ത് വെക്കാം. ഇത് ചക്കക്കുരു ഉള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യം വെള്ളത്തിൽ വേവിക്കാൻ ഇട്ടത്. രണ്ട് കപ്പ് വെള്ളം, 2 അല്ല, ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തു. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്കും ചക്കക്കുരുവും വേവും മുരിങ്ങയ്ക്കയും ഇതെല്ലാം വേവും ഒരുമിച്ച്. മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങും. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് ഒന്ന് വെന്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഉപ്പ് ചേർക്കാം. കഷ്ണങ്ങളെല്ലാം കൂടെ ഏകദേശം 2-3 മിനിറ്റായിട്ട് തിളച്ചു. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. മാങ്ങയുടെ പുളി ഇറങ്ങി തുടങ്ങുന്നേ ഉള്ളൂ. ഒരു 2 മിനിറ്റ് കൂടെ തിളച്ചേച്ച് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. 1/4 വേവായി. അപ്പം നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചട്ടി നിറഞ്ഞ് നിൽക്കുക കേട്ടോ. ഇനി അത് തിളച്ച് ചൂടെ കുറുകുമ്പം കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ, പേടിക്കണ്ട. ഇനി ഇത് മിക്സി കഴുകിയ വെള്ളം കൂടെ ചേർക്കണം. നല്ല കുറുകിയ ചാറായിരിക്കും. മിക്സിയെ കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചേ. ഇങ്ങനെ നിറച്ച് ചട്ടി നിറച്ച് മുരിങ്ങയ്ക്കയും ഉണക്കക്കൊഞ്ചും മാങ്ങയും ചക്കക്കുരും ഒക്കെ കൂടെയുള്ള കറി ഇങ്ങനെ തിളക്കുകയാണ്. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കണം. നമ്മൾ കാന്താരി, ഇപ്പം ഞാനിത് പാൽക്കാന്താരി എടുത്തു വച്ചേക്കുന്നത്.
ഇതൊരു 8-9 ഞെട്ട് കളഞ്ഞു. 8-9 ഉണ്ട്. രണ്ടായിട്ട് കീറിയതാ കേട്ടോ, നടുക്കൂടെ കീറിയതാ. എരിവ് വലിയ എരിവില്ല അതിന്, അതുകൊണ്ടാണ് ഈ 8-9 ഇട്ടത്. ഇനി കളറിന് വേണമെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ദേ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില 2 തണ്ടിട്ട് കൊടുത്തു. ഇനി ബാക്കിയിരിക്കുന്ന നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ മീൻ കറി ആവുന്നതിൻ്റെ ഒരു പാകം. അതാവുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങാം. തിളയ്ക്കട്ടെ. കണ്ടോ, കറി കിടന്ന് തിളയ്ക്കുകയാണ്. അരപ്പൊക്കെ തിളച്ചതുണ്ട്, അല്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതാണ് കറിയുടെ പരുവം. ഉപ്പൊക്കെ നോക്കി കറക്റ്റാണ്. ഈ ചാറിൻ്റെ പരുവം കണ്ടോ അതെ. ഇനി തണുക്കുമ്പോൾ ഇച്ചിരി കൂടെ കുറുകും. ചക്കക്കുരുവൊക്കെ കറക്റ്റ് ഇതുണ്ട്, വേവ് വന്നിട്ടുണ്ട്. ഞാൻ കാണാമോ ഇത് വെന്തോന്നറിയാൻ? വേണ്ട, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. മുരിങ്ങയ്ക്കയും ഉണക്കക്കൊഞ്ചും എല്ലാം നല്ലൊരു മണമാണ്, മാങ്ങ ചേർത്തതിൻ്റെ മണവും. അപ്പം കറി ആയി കഴിഞ്ഞു. നമുക്കിനി അവസാനം ഒരല്പം ഇത്രയും ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാണ്. ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. ഓഫ് ചെയ്താലും കണ്ടോ, ചട്ടി ആയതുകൊണ്ട് തിളച്ചുകൊണ്ടേ ഇരിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കറിവേപ്പില അവസാനം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത് തണ്ടോടിട്ടാലും കുഴപ്പമില്ല, നമ്മൾ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ്. ഇനി ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് താളിച്ച് ചേർക്കാം. ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഒരു 4-5 ചെറിയ ഉള്ളിയും 2 വറ്റൽമുളകും ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത് താളിച്ച് ചേർത്താലും നല്ലതാണ്. കടുക് ഇടാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കടുകും ചേർക്കാം. എനിക്കിങ്ങനെയാണ് ഇഷ്ടം, ഒരു മണമാണ് കൂടുതലിഷ്ടം, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ, ചക്കക്കുരു, മാങ്ങയും മുരിങ്ങയ്ക്ക ഇട്ട കറി റെഡിയായി കഴിഞ്ഞു. ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കുക, ഉഗ്രനായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കണം കേട്ടോ. ഇപ്പോൾ ചക്കക്കുരു ഇല്ലാത്തവരാണെങ്കിൽ ബാക്കി ഉള്ള മുരിങ്ങയ്ക്കയും മാങ്ങയും ഉണക്കക്കൊഞ്ചും ചേർത്ത് കറി വയ്ക്കുക. മാങ്ങയില്ലെങ്കിൽ വാളംപുളിയും ചേർക്കാം. അപ്പോൾ പല രീതിയിൽ ട്രൈ നോക്കുക. ചക്കക്കുരു ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കൊഴുപ്പും കിട്ടും, ടേസ്റ്റും കൂടുതലാണ്. അതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് അലക്സാഞ്ചന വ്ളോഗ്സ്. ടാറ്റാ.